നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദിൽ ജൂൺ 12-ാം തീയതി അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ 171 വിമാനം എന്തിനാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ സ്വിച്ച് ഓഫ് ചെയ്തത്? എയർ ഇന്ത്യ അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന് സെക്കൻഡുകൾ മുൻപ് പൈലറ്റിനോട് കോ പൈലറ്റ് ചോദിച്ച ആ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. മുൻപ് മലേഷ്യൻ വിമാനത്തിൽ സംഭവിച്ചതുപോലെ പൈലറ്റ് ബോധപൂർവം വിമാനം തകർത്തതാണെന്ന് ദുരന്ത ദിവസം തന്നെ വിവരമുള്ളവർക്ക് സംശയമുണ്ടായിരുന്നു. വിമാന കമ്പനിയുടെ പേരും പെരുമയും വിശ്വാസ്യതയും തകരുമെന്ന ആശങ്കയ്ക്കിടയിൽ ആ വിവരം ഒളിച്ചുവെച്ചതായിരിക്കാമെന്ന് പൊതുവെ സംശയം ഉയർന്നതാണ്. മഹാദുരന്തം സംഭവിച്ച എയർ ഇന്ത്യ പൈലറ്റിന്റെ സ്വകാര്യതയെയും മനോനിലയും രോഗങ്ങളെയും കുറിച്ചാണ് ഇനി അന്വേഷണം വേണ്ടത്. പൈലറ്റ് മയക്കുമരുന്നിന് അടിമയായിരുന്നോ അതോ മനോനില തകർന്ന വ്യക്തിയായിരുന്നോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം കിട്ടാനുള്ളത് എന്നാണ് ചില വിദഗ്ധരൊക്കെ നിരീക്ഷണത്തിലെത്തിയിരിക്കുന്നത്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പൈലറ്റ് ഇൻ കമാൻഡിന്റെ നിരീക്ഷണത്തിൽ കോ പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. പ്രധാന പൈലറ്റ് അത് നിരീക്ഷിക്കുകയായിരുന്നു. 2 എഞ്ചിനിലേക്കുള്ള സ്വിച്ചുകൾ 1 സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഓഫ് പൊസിഷനിലേക്ക് മാറിയത്. ഇതോടെ വിമാനത്തിന് പറന്നുയരാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. എന്നാൽ ഈ ചെറിയ സംഭാഷണത്തിന് മുമ്പും പിമ്പുമുള്ള പൈലറ്റുമാർക്കിടയിലുള്ള സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. കോക്പിറ്റിനകത്തെ മനഃപൂർവ്വമായ മനുഷ്യ ഇടപെടൽ ഉണ്ടാകാമെന്ന അതീവ ഗുരുതര ആരോപണവുമായി വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥനും രംഗത്ത് വന്നിരുന്നു. മലേഷ്യൻ വിമാനത്തിൽ സംഭവിച്ചതുപോലെ പൈലറ്റുമാർ ബോധപൂർവം യാത്രാ വിമാനം തകർത്ത സംഭവങ്ങൾ വേറെയുണ്ട്. 100 കണക്കിന് യാത്രക്കാരുമായി ആകാശത്തിലൂടെ വിമാനം പറത്തുന്ന പൈലറ്റ് മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ മാർഗമുണ്ട്. എന്നാൽ പൈലറ്റ് മയക്കുമരുന്ന് ഉപയോഗിച്ചോ ആൾ മനോരോഗിയാണോ എന്ന് അറിയാനൊന്നും മാർഗമില്ല. ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന വിദഗ്ധരിൽ ഒരാളായാണ് മോഹൻ രംഗനാഥൻ അറിയപ്പെടുന്നത്. ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകളുടെയും കോക്പിറ്റ് ഓഡിയോയുടെയും ക്രമം ചൂണ്ടിക്കാണിച്ച മോഹൻ രംഗനാഥൻ കോക്പിറ്റിൽ മനഃപൂർവ്വം നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്നാണ് അപകടമുണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. വീഴ്ചയുടെ ഉത്തരവാദിത്തം പൈലറ്റുമാരിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. പൈലറ്റിന്റെ ആത്മഹത്യയെ പോലെ ഇക്കാര്യത്തിൽ സംശയിക്കാമെന്ന് മോഹൻ രംഗനാഥൻ പറഞ്ഞിരുന്നു. ഇതേ സംശയം ഒട്ടേറെ പേരുടെ മനസ്സിൽ മുൻപ് തന്നെ ഉയർന്നെങ്കിലും എയർ ഇന്ത്യയോ ഏവിയേഷൻ വകുപ്പോ യാതൊരു പ്രതികരണവും നടത്താൻ തയ്യാറായിട്ടില്ല. ഇന്ധന സ്വിച്ച് യാന്ത്രികമായി മാറില്ലെന്നും അതൊരു സ്ലോട്ടിൽ നിന്ന് മറ്റൊരു സ്ലോട്ടിലേക്ക് മാറ്റേണ്ടതുണ്ടെന്നും അത് മനഃപൂർവ്വമായി ചെയ്തതാവാനേ വഴിയുള്ളൂവെന്നും മോഹൻ വ്യക്തമാക്കുന്നു. എയർ ഇന്ത്യ 171 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണം സ്വിച്ച് ഓഫ് ചെയ്തതാണ് അപകട കാരണം എന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇതോടകം കണ്ടെത്തിയത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 1 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഇന്ധന സ്വിച്ചുകൾ രണ്ടും കട്ട് ഓഫ് ചെയ്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ധന സ്വിച്ചുകൾ കട്ട് ഓഫ് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റ് സഹ പൈലറ്റിനോട് എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നതും താൻ ഓഫ് ചെയ്തിട്ടില്ല എന്ന മറുപടിയും കോക്പിറ്റ് റെക്കോർഡുകളിൽ വ്യക്തമാണ്. അത് സ്വമേധയാ ചെയ്തതായിരിക്കണം. ഇന്ധന സെലക്ടറുകൾ സ്ലൈഡിംഗ് തരത്തിലുള്ളതല്ലാത്തതിനാൽ ഓട്ടോമാറ്റിക്കായോ അല്ലെങ്കിൽ വൈദ്യുതി തകരാർ മൂലമോ എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിലയ്ക്കില്ല. ഒരു പ്രത്യേക സ്ലോട്ടിൽ തുടരുന്ന തരത്തിലാണ് ഇന്ധന സ്വിച്ചുകളുടെ രൂപകൽപ്പന. സ്വിച്ച് വലിച്ചുയർത്തി വേണം അവ മുകളിലേക്കോ താഴേക്കോ നീക്കാൻ. അതിനാൽ തന്നെ അബദ്ധവശാൽ അവയെ ഓഫ് പൊസിഷനിലേക്ക് മാറ്റാനുള്ള സാധ്യതയില്ല. മാനുവലായി മനഃപൂർവ്വം ഓഫാക്കിയതാണെന്ന് മോഹൻ രംഗനാഥൻ പറയുന്നു. ഇന്ധനം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ എങ്ങനെ കട്ട് ഓഫ് ആയി എന്നതാണ് ഉയർന്ന പ്രധാന ചോദ്യം. ഈ സാഹചര്യത്തിൽ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കണമെന്ന് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിഴവ് പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കരുതെന്ന് പൈലറ്റ് അസോസിയേഷനുകൾ വ്യക്തമാക്കുമ്പോഴും സംശയത്തിന്റെ മുന പൈലറ്റിലേക്ക് തന്നെ തിരിയുകയാണ്. ഇംഗ്ലണ്ടിൽ നിന്നും ഡൽഹിയിലേക്കും അവിടെ നിന്ന് അഹമ്മദാബാദിലേക്കും പ്രശ്നങ്ങളില്ലാത്ത വിമാനം മടക്കയാത്രയിൽ അപ്രതീക്ഷിതമായി അപകടത്തിൽപ്പെട്ടു എന്ന് പറയുന്നതിൽ ആശങ്കയുണ്ട്. വിമാനത്തിന് തകരാറുണ്ടെങ്കിൽ ഒരിക്കലും അത് പറത്താൻ പൈലറ്റ് അനുവദിക്കുകയില്ല, അനുവാദം നൽകുകയുമില്ല. സ്വിച്ചുകൾ ഓഫായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് പെട്ടെന്ന് ഓൺ ചെയ്തെങ്കിലും എഞ്ചിനുകൾ അപ്പോഴേക്കും ഓഫ് ആകുകയും തിരികെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിമാനം തകർന്നു വീഴുകയുമായിരുന്നു. 2013 നിർമ്മിച്ചതാണ് അപകടത്തിൽപ്പെട്ട വിമാനം. 2025 മെയ്യിൽ ഫിറ്റ്നസ് നേടിയ വിമാനത്തിന് അടുത്ത മെയ് വരെ സർട്ടിഫിക്കറ്റ് കാലാവധി ഉണ്ടായിരുന്നു. കഴിഞ്ഞ മെയ് 1 ഒരു എഞ്ചിനും മാർച്ച് 26 മറ്റൊരു എഞ്ചിനും മാറ്റി സ്ഥാപിച്ചിരുന്നു. എന്നിട്ടും വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. മാനുഷിക ഇടപെടലിലൂടെ മാത്രമേ ഇന്ധന സ്വിച്ചുകളിൽ മാറ്റം വരുത്താനാകൂ എന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് പ്രസിഡന്റും എയർ ഇന്ത്യ മുൻ പൈലറ്റുമായ ക്യാപ്റ്റൻ CS രൺദാവയും അഭിപ്രായപ്പെട്ടിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ലോക്ക് സംവിധാനത്തോടെ വന്നാണ് അദ്ദേഹം പറയുന്നത്. പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിലച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ സെക്കൻഡുകൾക്കുള്ളിൽ റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയെന്നത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.